ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്നിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറാണ്. ഇഡലിയുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇഡലിയുടെ മാവ് ചിലപ്പോൾ ശരിയാവാറില്ല, ചിലപ്പോൾ ഇഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇഡലി നമുക്ക് ഹാർഡായിരിക്കും, ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നതാണ്. അതൊക്കെ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് മാവ് അരയ്ക്കുന്നതിലുള്ള കുഴപ്പം കൊണ്ടാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ഉഴുന്ന് അങ്ങനെയാണ് എടുക്കുന്നത്. ഒരു നാഴി പച്ചരിക്ക് അര നാഴി ഉഴുന്ന് അങ്ങനെയാണ് ഇടുന്നത്. പിന്നെ ചില പച്ചരിയുടെ അതേപോലെ ഉഴുന്നിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടും അങ്ങനെയൊക്കെ വരാം. പിന്നെ കുറച്ച് ചോറും കൂടെ അരയ്ക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇഡലി ഉണ്ടാക്കുന്നത്. എന്തായാലും നമ്മളത് കുറച്ച് ദിവസം ഏത് പലഹാരമായാലും അത് കുറേ നാൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു അളവൊക്കെ നമുക്ക് കറക്റ്റിന് മനസ്സിലാവുകയുള്ളൂ. സാമ്പാർ അതേപോലെ ഇഡലി, ചിലർ സാമ്പാറിനകത്ത് തേങ്ങ അരച്ച് സാമ്പാർ ഉണ്ടാക്കും. വടക്കോട്ടൊക്കെ നമ്മൾ ഇവിടെ ഈ തെക്കൻ സൈഡിലൊക്കെ ഇങ്ങനത്തെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സോഫ്റ്റ് ഇഡലിയും സാമ്പാറുമാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത്. കുറച്ച് ദിവസം ഉണ്ടാക്കി പഠിച്ച് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇങ്ങനെയുള്ള ഇഡലിക്ക് എന്തൊക്കെയാണ് കറക്റ്റ് അളവിൽ ചേർക്കേണ്ടതെന്നുള്ളതൊക്കെ. പിന്നെ ഇനി ഉച്ചയ്ക്ക് നമുക്ക് എന്താണ് കറി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മത്തയുടെ ഇല തോരൻ വെക്കാമെന്ന് കരുതിയത്. നല്ല ടേസ്റ്റാണ് മത്തയില തോരൻ വെക്കാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മത്തങ്ങ പിടിച്ചിട്ട് അത് എരിശ്ശേരി വെക്കുന്നതൊക്കെ. അങ്ങനെ ആ മത്തയാണ്. ആ മത്തയുടെ ഇല കുറച്ചൊക്കെ പന്നലായി പോയിട്ടുണ്ട്. അതൊക്കെ അങ്ങ് എടുത്ത് കളയാമെന്ന് കരുതി. അപ്പോഴവിടെ ചേച്ചി വന്നു. ചേച്ചിക്ക് മത്തയില വേണമെന്ന് പറഞ്ഞു തോരൻ വെക്കുന്നതിന്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ആ മാവിലോട്ട് പടർന്നു കിടന്ന മത്തയുടെ ഇലയൊക്കെ പറിക്കാനുള്ള ശ്രമത്തിലാണ്. ഇനിയിപ്പം കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ ഇലത്തോരനൊന്നും അധികം വെക്കാറില്ല. അത് പണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കർക്കിടക മാസത്തിൽ ഇല തോരൻ വെക്കാൻ പാടില്ല എന്ന്. എനിക്ക് തോന്നുന്നു അന്ന് ഈ അധികം സൂര്യപ്രകാശം ഇലകളിൽ തട്ടാത്തത് കൊണ്ട് ഇലയ്ക്ക് വിഷാംശം ഉണ്ടെന്നാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം പണ്ട് കർക്കിടക മാസത്തിലൊന്നും ഇലകളൊന്നും എടുത്ത് തോരൻ വെക്കാറില്ല. പക്ഷേ നമ്മൾ അങ്ങനൊന്നുമില്ല കേട്ടോ. കർക്കിടകത്തിലും നല്ല ഇലത്തോരൻ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ വെക്കും. പിന്നെ മുരിങ്ങയിലയോ അങ്ങനെ ചില ഇലകളൊക്കെ വെക്കാറില്ല. അങ്ങനെ മത്തയില എന്തായാലും നന്നായിട്ട് പടർന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിയും കുറേ മത്തയില കൊണ്ടുപോയി തോരൻ വെക്കാൻ, ഞാനും അതെടുത്തു. അങ്ങനെ തോരനൊക്കെ വെച്ച്. പിന്നെ മീൻ കിട്ടിയത് ആവോലിയുടെ ഒരു ചെറിയ ടൈപ്പ്, ഇങ്ങനെ പരന്ന അതിൻ്റെ ഒരു ആവോലി അല്ല എങ്കിലും അതേപോലത്തെ ഒരു സൈസ് മീനാണ് കിട്ടിയത്. പിന്നെ അത് ഞാൻ പച്ചയരച്ച് വെക്കാമെന്ന് കരുതി. വറുത്തരച്ച് വെക്കാനും നല്ലതാണെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ വറുത്തരച്ച് വെക്കുന്നത് ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചയരച്ചാണ് വെച്ചത്. പക്ഷെ നല്ല മീനാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റുള്ള ഒരു നല്ല മീനായിരുന്നു. അങ്ങനെ അതാണ് ഇന്ന് ഉച്ചക്കലത്തെ കറിയായിട്ട് വെച്ചത്. ചോറിന് ഒരു സോഫ്റ്റായിട്ടുള്ള നെയ്മീൻ്റെ ടൈപ്പ് ഒരു മീനായിരുന്നു. യഥാർത്ഥ പേരെനിക്കറിഞ്ഞില്ല. ആവോലിയുടെ കണക്കൊക്കെ ഇരിക്കുന്നത്, വെളുത്ത ആവോലി പോലെ തോന്നിയത് എനിക്ക്. അങ്ങനെ മത്തയില തോരനും മീൻ കറിയൊക്കെ ആയിരുന്നു ഇന്നത്തെ പ്രധാന വിഭവം. മത്തയില തോരന് നമ്മൾ എപ്പോഴായാലും അതിനകത്തൂടെ കാന്താരി മുളകും വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. അന്നേരം മത്തയൊക്കെ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ഇലയൊക്കെ പറിച്ച് തോരൻ വെച്ച് ഒന്ന് കൂട്ടി നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഇലത്തോരനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു തോരനാണ് മത്തയിലത്തോരൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം വീണ്ടും അതിശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണും ഇന്നത്തെ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്